ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. കുറച്ച് ദിവസമായി നമ്മൾ വന്നിട്ട് കുറച്ചധികം അതെ പല പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവില്ലേ തലയിൽ മുടിയായാലും കണ്ടില്ലേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. മാറ്റങ്ങൾ അനിവാര്യമാണ് അല്ലേ? അതെ. ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കണ ഇപ്പൊ കാലത്ത് തന്നെ ഇന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ബൂസ്റ്റ് ഉണ്ട്, ദോശ ഉണ്ട്, ഇത് സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ, കാന്താരി ഓരോ സമയം ഓരോന്നായിട്ട് ആഡ് ചെയ്തുണ്ടാക്കി ചമ്മന്തി അല്ലേ? അതെന്ന് പറയുന്നത് നമ്മ വെറൈറ്റി പിടിക്കണ്ടേ, പച്ച കളർ ആക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉള്ള എല്ലാ ഇലകളും ഇട്ടിട്ടുണ്ട്. പുറത്തൊക്കെ പോയിട്ട് ഇല പറിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്നെന്നും നമ്മൊരു ചമ്മന്തി തിന്നാൻ പാടില്ല. ചമ്മന്തി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഇന്നലെ പറഞ്ഞ് അന്നുണ്ടാക്കിയ ചമ്മന്തി ഉണ്ടാക്കാൻ, പക്ഷെ അതുണ്ടാക്കിയ പിന്നെ ഇന്നൊന്നും അത് ഉണ്ടാക്കണം. ഉച്ചയുടെ കാപ്പി ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓൾമോസ്റ്റ് പണികളൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് വീഡിയോ ചാടിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ടേന്ന്. അപ്പോഴാണ് ആലോചിച്ചത് വീഡിയോ എടുക്കണമല്ലോ. ഇനി അടിച്ചു കിട്ടുന്നുണ്ട്, തുടക്കാനുണ്ട്. പിന്നെ അലക്കി കഴിഞ്ഞ് അപ്പം അത് നീർത്തിയിടണം. പിന്നെ മീനും ഉമ്മിനാക്കുന്നുണ്ട്. പിന്നെ പൊരിക്കാൻ കാരം പറ്റിയിട്ടുണ്ട്. ചോറായിട്ടുണ്ട്, കറി കിട്ടണം. അതിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അത് ബത്തള് ഞങ്ങൾ കൊഴുവാന്നറിയും. കൊഴുവേ കൊഴുവ. അപ്പോൾ അത് മസാല ഇട്ടിയത് പൊരിക്കാൻ. സ്പെഷ്യൽ അല്ല, തിന്നിട്ട് ഞാൻ പറയാ ഇത് നല്ലതാണോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇൻസ്റ്റഗ്രാമില് റീല് കണ്ടതാ. അപ്പൊ അതില് റീല് കണ്ടപ്പോ അതൊന്നും ചെയ്ത് നോക്കിയാണ്. ഇതില് മുളക് പൊടി മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതില്ലാത്തൊരു അരിപ്പൊടി ഇടാം. എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്യാം, മിക്സ് ചെയ്യാം. എന്നിട്ട് അത് ഫ്രൈ ചെയ്യാം. ബാക്കിയുള്ളത് 3 മണിക്കൂർ എടുത്ത് വെക്കണം. ബാക്കിയുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇല്ല, വേറെ കുറച്ച് കാര്യങ്ങളും ചെയ്യണം. അതുണ്ട്, വെറുതെ ഫ്രൈ ചെയ്താൽ മാത്രം മതിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ബാക്കി. ഇത് ഞങ്ങൾക്ക് ഇഷ്ടായ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം, ഇഷ്ടായില്ലെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാം. അതെ, നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇത് പൊരിക്കാം. മീൻ പൊരിച്ച് വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ഉള്ളി ഇട്ടേക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം നമുക്കതിക്ക് സവോള ഇടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് തന്നെ സവോള ഇട്ടിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ ഗരം മസാല, ചതമുളക്, ഉപ്പ്, വേപ്പില, പിന്നെ ഞാൻ തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്. കണ്ടോ, തേങ്ങാക്കൊത്തിട്ടുണ്ട്. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്കപ്പം മീനിട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. വൈകിട്ട് ഇങ്ങനെ പുറത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത്ര ദിവസം നല്ല വെയിലായിരുന്നു. ഇന്നതേപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അപ്പോഴത്തേനും ഉമ്മി മുട്ട ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഒഴിഞ്ഞത് കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് തന്ന്. അങ്ങനെ ഇവിടെ അങ്ങനെ തിന്നാറില്ല, ഞാൻ മാത്രമേ തിന്നാറുള്ളൂ. പച്ചക്കറി വാങ്ങാം, ഇവിടെ നിന്നൊന്നും വാങ്ങാറൊന്നുമില്ല. പച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് പോയി വാങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കട്ടെ.
ചെമ്മീനൊക്കെ ഉണ്ട്. പച്ച നോക്കിയിട്ട് ഒരു 1.5 പച്ചാറിനല്ല ഒരു മീഡിയം ഒന്നര. വേറെ സവോള എടുത്ത്, സവോളയും ടൊമാറ്റോ എടുത്ത്, പിന്നെ ഇഞ്ചി വേണം. ഇഞ്ചി കാല്, പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നമ്മളവിടെ ഉണ്ട്. പച്ചമുളക് വേണം. പച്ചമുളക് കുറച്ചെടുക്കും. വെളുത്തുള്ളി വേണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കാല്. പിന്നെ ആ പയറുണ്ട്. ഈ പയറുടെ പൊളിച്ച് വാങ്ങാണ്. ഞങ്ങൾ വാങ്ങണത് ഈ പയർ. ഈ പയർ മതി. പയർ എന്താ അരക്കോ കിലോ അരച്ചോ മതി. പ്രാവശ്യമൊക്കെ കൂട്ടുള്ളൂ. പിന്നെ ഓയിൽ ഇവിടെ ഇല്ലല്ലോ. വെളുത്തുള്ളി, ഇഞ്ചി എടുത്തില്ല. ഇഞ്ചി കാല്. ആ കാല്. സവോള, തക്കാളി, ഉരുളക്കിഴങ്ങ് വേണ്ട. എന്ത് ഉരുളക്കിഴങ്ങ് അവിടെ ഉണ്ടോ? കുറച്ചുണ്ട്, പക്ഷെ അത് നമ്മ മുളച്ച് വരുമ്പോഴേ ആ ഉരുളക്കിഴങ്ങ് പിന്നെ ഇന്ന് ഇത് വെക്കാം അങ്ങനെ വിചാരിക്കണേ. അത് വേണ്ട. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നല്ലോ ഉരുളക്കിഴങ്ങ്. പച്ചക്കറിയിൽ ആകെ ഒരു സാധനം കൂട്ടുന്നത് ഉരുളക്കിഴങ്ങ് കേട്ടോ. വേറെ ഒരു സാധനം കൂട്ടില്ല. ഉരുളക്കിഴങ്ങ് വേണ്ട. വൈതനങ്ങ രണ്ടൊക്കെ എടുത്തോ. ഒരു കാലിച്ചാ മതിട്ടാ. കാലതി കുറച്ച് മതി. ഒരു ദിവസത്തിന് എങ്ങനെ ഉണ്ടാക്കിയാണ്? ഇപ്പൊ കാണാം. ഉമ്മി കൂട്ടോ? ഈ കൂട്ടോ? ചെറുള്ളി അവിടെ ഉണ്ട്. പിന്നെ വേണ്ട. ചിക്കൻ വാങ്ങാം. പച്ചക്കറി പർച്ചേസിങ് കഴിഞ്ഞിട്ടാ പോവാ. ചിക്കൻ വാങ്ങണം, ഓയിൽ വാങ്ങണം. ചിക്കന് ഓയില്. ചിക്കൻ അവിടെ ഇല്ലേ? അവിടെ അടിച്ചിട്ടുണ്ടാവും. ഓയിൽ വാങ്ങുന്ന അല്ല അവിടെ അപ്പോൾ രണ്ടാളും വീട്ടിലൊക്കെ എത്തി. ചെറിയൊരു മഴക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.